ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനി മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കൂലി എന്ന ചിത്രം കണ്ടതിന് ശേഷം എനിക്കതിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചുള്ള കുറച്ച് മിസ്റ്റേക്കുകളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സ്പോയിലറായി പോകണമെന്നുണ്ടെങ്കിൽ ആമസോൺ പ്രൈമിലൂടെ ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടുള്ള ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം തുടർന്നുള്ള വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ഒന്ന്, ചിത്രത്തിന്റെ തുടക്കത്തിൽ ദയാൽ ആ പോലീസുകാരനെ തൂക്കിക്കൊല്ലുന്ന സീൻ കാണിക്കുന്നത് അത്ര കൺവിൻസിംഗ് ആയിട്ടല്ല. കാരണം അത്രയും ഉയരത്തിലേക്ക് അത്രയും ഭാരമുള്ള ഒരാളെ കൊണ്ടുപോകുമ്പോൾ ആ ചങ്ങല കൂടുതൽ മുറുകുകയും കൂടുതൽ വലിഞ്ഞു നിൽക്കേണ്ടതുമായിട്ടുണ്ട്. കൂടാതെ അത്രയും മുറുക്കവും അയാളുടെ വെയിറ്റും കൊണ്ട് അയാളുടെ കഴുത്ത് കൂടുതൽ ചരിയേണ്ടതും ഒരുപക്ഷെ ഒടിഞ്ഞു പോകേണ്ടതും വരെയാണ്. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നുമല്ല കാണിച്ചിരിക്കുന്നത്. ആ ചങ്ങല അധികം മുറുകാത്ത രീതിയിൽ, അധികം വലിഞ്ഞു നിൽക്കാത്ത രീതിയിലും അയാളുടെ കഴുത്തിനും വലിയ കോട്ടമൊന്നും സംഭവിക്കാത്ത രീതിയിലുമാണ് കാണിച്ചിരിക്കുന്നത്. ഇതിനുശേഷം ദേവാ മാൻഷൻ കാണിക്കുമ്പോൾ അങ്ങോട്ടേക്ക് കുറെ കുട്ടികൾ വരുന്നതായി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ മാൻഷനിലെ കുറെ റൂളുകൾ കാണിച്ചിട്ടുണ്ട്. അതിൽ മദ്യപിക്കരുത്, പുകവലിക്കരുത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കാണാം. അതിൽ 4ാമത്തെ റൂളിൽ സെക്കൻഡ് ഫ്ലോറിലേക്ക് ആർക്കും പ്രവേശനമില്ല എന്ന് കൊടുത്തിരിക്കുന്നതായി കാണാം. എന്നാൽ ഇവർ നടന്നു പോകുന്ന ദേവ പിന്നീട് ഫൈറ്റ് നടത്തുന്ന ഫസ്റ്റ് ഫ്ലോറിലെ ആ പാസേജിൽ കൂടി ഇവർ നടന്നു പോകുമ്പോൾ സെക്കൻഡ് ഫ്ലോറിലൂടെ കുറെ ആളുകൾ നടന്നു നീങ്ങുന്നതായി കാണാം. ഇത് കൂടാതെ പിന്നീട് വരുന്ന ആ പാട്ട് സീനിലും ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലുമെല്ലാം ധാരാളം ആളുകൾ നിൽക്കുന്നതായും കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പാട്ട് സീനിൽ ദേവ അവിടെയുള്ള എല്ലാവരുടെയും കയ്യിൽ നിന്ന് മദ്യം വാങ്ങി ഒരു വലിയ ചെമ്പിന്റെ അകത്തൊഴിച്ച് അത് കമത്തിക്കളയുന്നതായി കാണാം. ആ സമയം അവിടെയുള്ള എല്ലാവരുടെ കയ്യിൽ നിന്നും അത് കളക്ട് ചെയ്ത് നശിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ അതേ സീനിൽ തന്നെ ദേവ ആ ചെമ്പ് തട്ടിക്കളയാനായി വരുമ്പോൾ ഒരാൾ തൊട്ടടുത്ത് കയ്യിൽ മദ്യക്കുപ്പിയുമായി നിന്ന് മദ്യപിക്കുന്നതായി കാണാം. സോ ദേവയെക്കാട്ടിലും വലിയ പുള്ളിയാണ് അയാളെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ദേവ ആ മാൻഷനിലുള്ള ആൾക്കാർക്ക് പാട്ട് കേൾക്കാനായി സൺ ടി വിയിലോ മറ്റോ വിളിച്ച് അവിടെയുള്ള ഒരാളെ കൊണ്ട് പാട്ടിടിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം പാട്ട് കേൾക്കാനായിരുന്നുവെങ്കിൽ വലിയൊരു ബ്ലൂടൂത്ത് സ്പീക്കർ വെച്ച് യൂട്യൂബ് വഴിയോ മറ്റേതെങ്കിലും മ്യൂസിക് ആപ്പിലൂടെയോ അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഫോൺ വഴി തന്നെ ഇടാവുന്നതായിരുന്നു. പിന്നെ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടി മറ്റൊരു സ്ഥലത്തേക്ക് വിളിച്ച് അവരെ കൊണ്ട് പാട്ടിടിയിക്കുന്നത്? എന്തായിരുന്നു അതിന്റെ ലോജിക്ക് എന്ന് മനസ്സിലാകുന്നില്ല. ദേവയുടെ പവറും പിടിപാടും കാണിക്കുകയായിരുന്നു ഉദ്ദേശമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ തൊട്ടടുത്ത് ഒരാൾ തന്നെ പറ്റിച്ച് മദ്യപിച്ചിട്ട് പോലും അതുപോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ആളെയാണ് ഇത്രയും വലിയ പവറുള്ള ആളായിട്ട് കാണിച്ചിരിക്കുന്നത്. രാജശേഖർ കണ്ടുപിടിക്കുന്ന ആ മെഷീൻ 1650 ഡിഗ്രി സെൽഷ്യസ് ചൂട് നൽകുന്നതാണെന്നും ഹൈ വോൾട്ടേജ് ആണെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ തൊട്ടടുത്ത് ആർക്കും നിൽക്കാൻ കഴിയില്ല എന്ന് ദേവ തന്നെ ഒരു സീനിൽ പറയുന്നുണ്ട്. ഇത് ഹൈ വോൾട്ടേജ് റിയാക്ടർ ഇങ്ങ ഇരുന്നാ അവനോട് சேர்ந்து നാമളും സാമലായിടുമോ. സോ എന്നിട്ടാണ് ഇതിന് മുന്നേ വന്നിട്ടുള്ള സീനുകളിൽ രാജശേഖറും മക്കളുമെല്ലാം ആ മിഷൻ വർക്ക് ചെയ്യിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നതായി കാണിച്ചിരുന്നത്. സോ ലോകേഷിന് എന്താണ് സംഭവിച്ചത്? ഒരു സീനിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിന്റെ ലോജിക്ക് മറ്റൊരു സീനിൽ കണ്ടിന്യൂ ചെയ്യാൻ പോലും ഈ സിനിമയിൽ ലോകേഷിന് സാധിച്ചിട്ടില്ല. ഇത് മാത്രമല്ല, ഇതിലും വലിയ ഒരുപാട് മിസ്റ്റേക്കുകളുമുണ്ട്. അതായത് കല്യാണി എന്ന ആ ക്യാരക്ടറിനെ ഈ ഒരു ചെയറിലിരുത്തി കൊല്ലാൻ നോക്കുന്ന സമയത്ത് കല്യാണിയുടെ കയ്യിൽ വിലങ്ങുകൾ ഇട്ടിരിക്കുന്നതായും അതുകൊണ്ട് തന്നെ അധികം ഉയർത്താൻ സാധിക്കുന്നില്ല എന്നുമാണ് കാണിച്ചിരിക്കുന്നത്. ഇതേ സീനുകളിൽ തന്നെ ദേവ ഒരാളുമായി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഔട്ട് ഓഫ് ഫോക്കസ് ആയി കാണിക്കുന്ന ആ കല്യാണിയുടെ ക്യാരക്ടർ ഇങ്ങനെ കൈ അനക്കാൻ സാധിക്കാത്ത വിധത്തിൽ ചെങ്ങലെ ഇട്ടിരുന്നിട്ടും കൈ ഉയർത്തി ഷാള് നീക്കുന്നതായിട്ടോ മുഖം തുടയ്ക്കുന്നതായിട്ടോ അങ്ങനെ രണ്ട് കൈകളും നല്ല സ്വാതന്ത്ര്യത്തോട് തന്നെ അനക്കുന്നതായി കാണാം. யாராவது ஃபோன் பண்ணி என் குடி நம்பர் சொன்னாங்கன்னா உடனே எனக்கு ஃபோன் பண்ணு. நான் தான் வந்துட்டேன். 4 மணி நேரத்துல இருப்பேன். സോ ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിലുള്ള മെയിൻ ക്യാരക്ടർ എന്താണ് ചെയ്യുന്നത്, ആ ഒരു ക്യാരക്ടറായി തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ പോലും ഈ ചിത്രത്തിൽ ലോകേഷിനും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനും ഒന്നും ശ്രദ്ധിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, സൈമൺ എന്ന ക്യാരക്ടർ ഇങ്ങനെ ആ ഒരു ചെയർ ഉപയോഗിക്കുന്നത് താൻ കൊല്ലുന്ന ആൾക്കാരുടെ ബോഡിയൊന്നും കളയാൻ പറ്റാത്തത് കൊണ്ട്, നശിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. എന്നാൽ ഇത്രയും വലിയ കപ്പലുകളെല്ലാമുള്ള സ്വന്തമായി ഒരു ഹാർബർ തന്നെയുള്ള ഈ ഒരു ഡോണിന് അത്തരം ബോഡികൾ നടുക്കടലിൽ കൊണ്ടുപോയി കല്ല് കെട്ടിത്താത്തിയാൽ മാത്രം മതിയായിരുന്നു. ഇനി അതല്ല, ആ ചെയർ തന്നെ വേണമെന്ന് വെക്കുക. എന്നിരുന്നാലും അത് എപ്പോഴും പ്രവർത്തിപ്പിക്കാൻ രാജശേഖറിന്റെയോ പ്രീതിയുടെയോ സഹായമൊന്നും കൂടാതെ അത് പ്രവർത്തിപ്പിക്കുന്ന രീതി മനസ്സിലാക്കി എടുത്തതിന് ശേഷം ഇവരുടെ കൂടെയുള്ള ആരെയെങ്കിലും കൊണ്ട് സ്ഥിരമായി അത് വർക്ക് ചെയ്യിപ്പിച്ചാൽ മാത്രം മതിയായിരുന്നു. കല്യാണി എന്ന ആ ക്യാരക്ടർ അത് പ്രവർത്തിപ്പിക്കുന്നത് നേരിട്ട് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാതെ ഒരുപക്ഷെ ദയാൽ പറഞ്ഞു കൊടുത്തതോ മറ്റോ വെച്ചുകൊണ്ട് മാത്രമാണ് കൃത്യമായി അത് പ്രവർത്തിപ്പിച്ച് ഒരാളെ കൊല്ലുന്നതായി കാണിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ കല്യാണിയെ പോലെ തന്നെ ഒരുപാട് പഠിപ്പുമെല്ലാമുള്ള കസ്റ്റംസ് ഓഫീസറായിട്ടുള്ള അർജുൻ ഇതെല്ലാം നേരിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് അർജുനെ കൊണ്ടോ മറ്റോ ഇത്തരം കാര്യങ്ങൾ സ്ഥിരമായി സൈമണിന് ചെയ്യിച്ചാൽ മാത്രം മതിയായിരുന്നു.
ഇനി അതല്ല, രാജശേഖർ ആ മിഷൻ കണ്ടുപിടിച്ചിരിക്കുന്നതാകട്ടെ ഒരു കസേരയുടെ രീതിയിലാണ്. അതായത് മൃഗങ്ങളെയും മനുഷ്യരെയും എല്ലാം ഇരുത്തി കൊല്ലുന്ന രീതിയിൽ, ഇരുത്തി ദഹിപ്പിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മൃഗങ്ങളുടെ കാര്യം പോട്ടെ, ചെറിയ ചെറിയ മൃഗങ്ങളല്ലേ എന്ന് വെക്കാം. എന്നാൽ ആ മിഷൻ ആദ്യം പേറ്റന്റ് കൊടുക്കാതെ അവർ എടുത്തുകൊണ്ട് പോയതിനു ശേഷം മനുഷ്യരെ ദഹിപ്പിക്കാനായി സൈമൺ നിർബന്ധിച്ച് ചെയ്യിക്കുമ്പോഴും ഇതുപോലെ ഒരു കസേരയുടെ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പകരം ഒരു ശവപ്പെട്ടിയുടെ മാതൃകയിലോ മറ്റോ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ കൊന്നുകൊണ്ടുവരുന്ന ആളുകളെ അതേ രീതിയിൽ തന്നെ കിടത്തി ദഹിപ്പിക്കാവുന്നതേ ഉള്ളൂ. പകരം ഇങ്ങനെ കൊന്ന് ഐസിട്ട് വെച്ചിരിക്കുന്ന ആളുകളെയാണ്, അങ്ങനെ കല്ലായിരിക്കുന്ന ആളുകളെയാണ് പിന്നെ കൊണ്ടുവന്ന് കൈയും കാലും തല്ലിയൊടിച്ച് കസേരയിൽ ഇരുത്തി ദഹിപ്പിക്കുന്നതായി കാണിക്കുന്നത്. മറ്റൊന്ന്, സൈമൺ ദയാലിനെ കൊല്ലാനായി ശ്രമിക്കുന്ന സീനിൽ ആദ്യം മറ്റൊരാളെ ചുറ്റികൊണ്ട് അടിക്കാനായി പോവുകയും അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പിന്നീടാണ് യഥാർത്ഥത്തിൽ സൗബിനെ അടിച്ചതെന്ന് നമ്മളെ കാണിക്കുന്നത്. അത് ഓക്കെ, അവിടെ വെച്ച് മറ്റൊരാളെ കൊല്ലാനായി പോയി അതിന് പകരമാണ് ദയാലിനെ കൊന്നത് എന്ന് കാണിച്ചു. എന്നാൽ ഇതിനുശേഷം മണ്ണിൽ നിന്ന് ഉയർന്നു വരുന്ന ദയാൽ തന്നെ വെറുതെ വിടണം എന്നെല്ലാം ദേവയോട് പറഞ്ഞതിന് ശേഷം ദേവ ആ ഷവൽ ദയാലിന്റെ കഴുത്തിൽ വെച്ച് വീശുന്നതായി കാണിക്കുന്നുണ്ട്. ഇതിനുശേഷം ദയാലിനെ ഒന്നും ചെയ്തില്ല, വെറുതെ വിട്ടുവെന്നുമാണ് കാണിക്കുന്നത്. എങ്കിൽ പിന്നെ എന്തിനാണ് ദയാലിനെ വെറുതെ വിടാനാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ ഇവർ മൂന്നുപേരും മാത്രമുള്ള ആ അവസരത്തിൽ ദയാലിനെ കൊല്ലുന്ന പോലെ കാണിച്ച് ആ ഷവൽ അയാളുടെ മുഖത്തേക്ക് വീശുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ആ മിഷനിൽ നിന്ന് രക്ഷപ്പെട്ടതിനു ശേഷം കല്യാണി കുറെ ആളുകളെ ഇടിച്ചിടുകയും ഒരാളെ കമ്പിയുടെ അകത്തേക്ക് കുത്തി കൊല്ലുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ആ സമയം കല്യാണിയുടെ മുഖത്തേക്ക് ചോര തെറിക്കുന്നതായി കാണാം. ആ ചോര മുഖത്തിന്റെ എല്ലാ വശത്തും ഒരുപോലെ തന്നെ തെറിച്ചിരിക്കുന്നതായും ഇടതേ സൈഡിന്റെ കണ്ണിന്റെ താഴെയിൽ കട്ട പിടിച്ചുകൊണ്ട് തെറിച്ചു വീഴുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. എന്നാൽ തൊട്ടടുത്ത് വരുന്ന ഷോട്ടിൽ തന്നെ ആ ഭാഗത്തുണ്ടായിരുന്ന ബ്ലഡ് എല്ലാം മാഞ്ഞു പോയിരിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും പിന്നീട് ഈ ഒരു ക്യാരക്ടറിന്റെ ഒരു സൈഡിൽ മാത്രം ബ്ലഡ് ഉള്ളതായി കാണിച്ചത് ഒരു ഡീറ്റെയിൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് DC കോമിക്സിലെ ടു ഫേസിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു ക്യാരക്ടറിനെ ഇവിടെ വെച്ച് കാണിച്ചിരുന്നത്. ലോകേഷ് ഓൾറെഡി തന്നെ ഒരു DC ഫാൻ ആണെന്ന് നമുക്കറിയാം. സോ ഈ ടു ഫേസ് എന്ന ക്യാരക്ടർ ഹാർവി ഡെന്റ് ആയിരിക്കുന്ന സമയത്ത് നല്ലവനായിരിക്കുകയും പിന്നീട് ടു ഫേസ് ആയ സമയത്ത് ക്രൂരനായി മാറുകയുമാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് ഈ ഒരു ക്യാരക്ടറിനെയും ആദ്യം നല്ലവളായും പിന്നീട് ക്രൂരയായിട്ടും കാണിക്കുന്നത്. കൂടാതെ ഈ ഹാർവി ഡെന്റിന്റെ ഒരു സിഗ്നേച്ചറായിട്ട് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള വശങ്ങളുള്ള കോയിൻ ടോസ് ചെയ്യുന്നതായി പറയാറുണ്ട്. സോ ഇതുമായി സിമിലർ ആകുന്ന ഒരു ഡയലോഗ് തന്നെ ഇവിടെ ഈ കല്യാണിയും ചിത്രത്തിൽ പറയുന്നുണ്ട്. அதுக்கு நம்ம ரெண்டு பேரும் ஒரே காயினோட ரெண்டு சைடு மாதிரி இருக்கணும். நான் மறைஞ்சிருக்கிறப்போ நீ தெரியணும், നീ മറിഞ്ഞിരിக்கிறപ്പോ நான் தெரியும். സോ ഇങ്ങനെ ചിത്രം മോശമെല്ലാമാണെങ്കിലും ഈ കല്യാണി എന്ന ക്യാരക്ടറിനെ ടു ഫേസുമായി കണക്ട് ചെയ്ത് കാണിക്കുന്ന രീതിയിൽ ആ ബ്ലഡിന്റെ കാര്യമെല്ലാം ഉപയോഗിച്ചിരുന്നത് ഒരു നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതുകൂടാതെ CCTVയുടെ മറ്റും കാര്യങ്ങൾ ചിത്രത്തിൽ കാണിക്കുമ്പോഴും പലപ്പോഴും തെറ്റുണ്ട്. അതായത് ദയാൽ രാജശേഖരനെ കൊല്ലുന്ന CCTV ദൃശ്യങ്ങൾ ദേവ കാണുമ്പോൾ അതിൽ 2:39 കഴിഞ്ഞ് 35 സെക്കൻഡ് മുതൽ 39 സെക്കൻഡ് വരെ ആ പവർ ഹൗസ് എന്ന കാര്യത്തെപ്പറ്റി രാജശേഖർ ദയാലിനോട് പറയുന്നതായിട്ടാണ് കാണിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഇതേ കാര്യം തന്നെ വീണ്ടും കാണിക്കുമ്പോൾ ആദ്യത്തെ 35ാമത്തെ സെക്കൻഡിൽ തന്നെ രാജശേഖരനെ ദയാലിട്ട് ഇടിക്കുന്നത് പോലെയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ആ റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ വെച്ചുള്ള ഫൈറ്റ് സീനിന്റെ കാര്യവും സൈമൺ പിന്നീട് CCTVയിലൂടെ കാണുമ്പോഴും ഇത്തരത്തിൽ മിസ്റ്റേക്കുകൾ വന്നിരിക്കുന്നതായി കാണാം. അതായത് ഈ കാര്യം ആദ്യം സംഭവിക്കുമ്പോൾ ആ ഗുണ്ട വന്ന് വണ്ടിയിൽ കയറിയിരുന്ന് ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷമാണ് വണ്ടിയിലേക്ക് കയറാനായി വരുന്ന ദേവയോട് അവിടെ നിൽക്കാനായി പറയുന്നത്. ഈ സമയമാണ് ദേവ വണ്ടിയുടെ ഡോർ തുറക്കാൻ പോകുന്നതായി കാണിക്കുന്നത്. എന്നാൽ ഇതേ കാര്യം സൈമൺ CCTVയിൽ കാണുമ്പോഴോ ആദ്യം ദേവ വണ്ടിയുടെ ഡോറിന്റെ അടുത്തെത്തി തുറക്കാൻ പോവുകയും പിന്നീട് ഇയാൾ വന്ന് ഡോർ തുറക്കുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. ദയാൽ പ്രീതിയെ പിടിക്കാനായി ബൈക്കിൽ ഫോളോ ചെയ്ത് വരുമ്പോൾ ആ വണ്ടിയുടെ ഗ്ലാസുകളെല്ലാം താഴ്ത്തിയിട്ടുകൊണ്ട് ദയാലിനെ ചാടി കയറാനുള്ള സൗകര്യം അവർ ഒരുക്കി കൊടുത്തിരിക്കുന്നതായി കാണാം. അല്പം ബുദ്ധിയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അയാൾ അകത്തേക്ക് കൈ ഇടാതിരിക്കാനെങ്കിലും ആ ഗ്ലാസ് അവർ ഉയർത്തിയെടുക്കേണ്ടതായിരുന്നു. ഇതിനുശേഷം ദയാൽ അവിടെ വന്നുകൊണ്ട് ഇവരെയെല്ലാം ഇടിച്ചിടുന്ന സമയത്ത് അത്രയും നേരം തന്നെ പിടിക്കാനായി കൈ ഉയർത്തുമ്പോഴും തനിക്ക് ഓടി രക്ഷപ്പെടാൻ ഒരുപാട് സമയം ഉണ്ടായിരുന്നിട്ടും പ്രീതി ദയാലിന്റെ അടികണ്ട് അതിൽ മയങ്ങി അനങ്ങാ നിൽക്കുന്നതായിട്ടാണ് കാണിച്ചത്. കൂടാതെ അത്രയും വലിയൊരു ആക്സിഡന്റ് ഉണ്ടായിട്ട് പോലും അവിടേക്ക് ഒരു പോലീസുകാരനും ഒരു ട്രാഫിക് പോലീസുകാരനും തിരിഞ്ഞു നോക്കിയില്ല എന്നത് പോട്ടെ, എന്നാൽ അതിലും വലിയ റെയിൽവേ സ്റ്റേഷനിൽ കഴുത്തിൽ ബെൽറ്റ് ഇട്ടുകൊണ്ട് തലയിൽ മുറിവുകളുമെല്ലാമായി ഒരാൾ ഒരു പെൺകുട്ടിയെ തുരത്തി ഓടിച്ചിട്ടും അത്രയും വലിയ റെയിൽവേ സ്റ്റേഷനിൽ ഒരു റെയിൽവേ പോലീസുകാരൻ പോലും ഇല്ലായിരുന്നു എന്നത് എന്ത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. പ്രീതിയുടെ സഹോദരിമാരെ ദേവയുടെ മാൻഷനിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുമ്പോൾ അവരുടെ മുറിയുടെ വാതിലിന്റെ സൈഡിലായി ഒരു പിക്ചർ നമുക്ക് കാണാം. എന്നാൽ പിന്നീട് ഇതേ മുറിയിലെ അതേ സ്ഥലം തന്നെ കാണിക്കുമ്പോൾ ആ പിക്ചറിന് മാറ്റം വന്നിരിക്കുന്നതായും കാണാം.
കൂടാതെ ദേവ സൺ ടി വിയിൽ വിളിച്ച് ഒരു കാര്യവുമില്ലാതെ പാട്ടുകൾ ഇടിയിക്കുന്നത് പോലെ, തന്റെ പവർ കാണിക്കാൻ പാട്ടുകൾ ഇടിയിക്കുന്നത് പോലെയാണ് ചിത്രത്തിൽ സൈമണും അത്രയും 1000 ടിവികളുടെ മുന്നിലേക്ക് എന്തോ ഒരു പരിപാടിക്ക് വരുന്നതായി കാണിക്കുന്നത്. എന്ത് പരിപാടിക്കായിരുന്നു വന്നത്, അതുകൊണ്ട് സൈമണ് എന്ത് ഗുണമാണ് ഉണ്ടാകാൻ പോയിരുന്നത് എന്നൊന്നും ചിത്രത്തിൽ പറഞ്ഞിട്ടേ ഇല്ല. പകരം അവിടെ വന്നതുകൊണ്ട് തന്റെ മകൻ മരണപ്പെടുന്ന കാര്യം ഒരുപാട് സ്ക്രീനുകളിൽ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് സൈമൺ ഉണ്ടായ ഗുണം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഒരു മെയിൻ ഡയലോഗിൽ നാഗാർജുനയ്ക്ക് ലിപ്സിംഗ് ആകുന്നില്ലെന്ന് കാണാം. അടുത്തത് സിനിമയുടെ ഏറ്റവും ഒടുവിലേക്ക് എത്തുമ്പോൾ ദാഹ ആ വാളെടുത്തുകൊണ്ട് ദേവയെ വെട്ടാനായി തുടങ്ങുകയും കഴുത്തിന്റെ തൊട്ടടുത്തെത്തുമ്പോൾ പെട്ടെന്ന് ദാഹയ്ക്ക് ദേവയെ പറ്റി ഓർമ്മ വരികയും ചെയ്യുന്നത് കൊണ്ടാണ് ദേവയെ വെട്ടാതെ അല്ലെങ്കിൽ കൊല്ലാതെ പോകുന്നത്. പകരം ആ സമയത്ത് ദാഹയ്ക്ക് ഓർമ്മ വന്നില്ലായിരുന്നുവെങ്കിൽ ദേവ പടമായേനെ. സോ അതിനുശേഷം ദേവയുടെ മാസ് സീനുകളെല്ലാം കാണിക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം അവസരമുണ്ടായത് ദേവയുടെ പവറൊന്നും കൊണ്ടല്ല, പകരം ദാഹയുടെ മെമ്മറി പവർ കൊണ്ട് മാത്രമാണ്. ആ അവസാന സെക്കൻഡിൽ ദാഹയ്ക്ക് ഓർമ്മ വന്നില്ലായിരുന്നുവെങ്കിൽ ദേവയും കൂട്ടുകാരും ഖത്തം. കൂടാതെ ഇവിടെ തന്നെ സൈമന്റെ മുകളിലുള്ള അത്രയും വലിയ ഡോണായിട്ടുള്ള ദാഹ പറയുന്നുണ്ട് താൻ ഇത്രയും വർഷമായി ദേവയെ പറ്റി അന്വേഷിക്കുകയായിരുന്നു, കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന്. എന്നാൽ ഈ ദേവയാകട്ടെ തമിഴ്നാട്ടിൽ ഒരു മാൻഷനും തുടങ്ങി വളരെ ഫ്രീഡത്തോടുകൂടി എല്ലായിടവും സഞ്ചരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്, അല്ലാതെ ഒളിച്ചിരിക്കുകയൊന്നുമല്ല. സോ ഇങ്ങനെയുള്ള ആ ദേവ ദാഹയുടെ ഉറ്റ സുഹൃത്തായിട്ടുള്ള സൈമന്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൈമന്റെ അടുത്ത് ചെയ്തിട്ട് പോലും ലോകം മുഴുവൻ അന്വേഷിച്ചിട്ടുള്ള ആ ഒരു ഡോണായിട്ടുള്ള ദാഹയ്ക്ക് ദേവയെ പറ്റി അറിയാനേ സാധിച്ചിട്ടില്ല. സിനിമയുടെ ഏറ്റവും ഒടുവിലെത്തുമ്പോൾ ദയാലിനെ കൊല്ലാനായി ഒരു വലിയ ആനക്കുഴി എടുക്കുന്നതായി കാണാം. എന്തിനാണ് ഇത്രയും വലിയ കുഴി എടുത്തതെന്നെല്ലാം ദാഹ ചോദിക്കുമ്പോൾ ദേവ പറയുന്നത് അവൻ ഉയർത്തെഴുന്നേറ്റ് വരും അതുകൊണ്ടാണെന്നാണ്. സോ ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരും എന്നുള്ള പേടി ഉണ്ടായിരുന്നുവെങ്കിൽ ദാഹയുടെ ആ വാൾ കൊണ്ട് ദയാലിന്റെ കഴുത്തങ്ങ് വെട്ടിമാറ്റിയാൽ മതിയായിരുന്നു. എന്തായാലും എത്ര ഇടിമിന്നലുണ്ടെങ്കിലും കഴുത്തൊന്നും മുളച്ചു വരാൻ പോകുന്നില്ല. സോ ഇനി അതല്ലെങ്കിലും തന്റെ ഉറ്റ സുഹൃത്തിനെ കൊന്നതുപോലെ അവന്റെ നെഞ്ച് തകർത്താണെങ്കിലും നെഞ്ച് കീറിയാണെങ്കിലും കൊന്നുകളയാം. ഇതൊന്നുമില്ലാതെയാണ് അവൻ ഉയർത്തെഴുന്നേറ്റ് വരും എന്നുള്ള പേടിയിൽ അത്രയും വലിയ ആനക്കുഴി എടുത്തുകൊണ്ട് കൊല്ലുന്നത്. സോ ഇതല്ലാതെയും ചിത്രത്തിൽ ഒരുപാട് ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അത്രയും തലയ്ക്ക് അടികൊണ്ട് പിന്നീട് കുറേ നേരം ഐസിട്ട് വെച്ചിരുന്ന ഡെഡ് ബോഡി മണ്ണിനടിയിൽ കുഴിച്ചിട്ടതിന് ശേഷവും ഒരു കുഴപ്പവുമില്ലാതെ എണീച്ചു വരുന്ന ഉടൻ തന്നെ സംസാരിക്കുന്നതായി കാണിക്കുന്നത്, ഒരു ട്രെയിൻ വളരെ സിമ്പിളായി ദയാൽ പ്രീതിയെ കൊണ്ട് ഓടിപ്പിക്കുന്നത്, ഇങ്ങനെ ഒരുപാട് ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചിത്രത്തിലുണ്ട്. ഇതുകൂടാതെ ചിത്രത്തിൽ ഉത്തരം തരാതെ പോയിട്ടുള്ള കുറെ കാര്യങ്ങളുമുണ്ട്. പൈസയ്ക്ക് വേണ്ടി എന്ത് തോന്നിയാസവും കാണിക്കുന്ന പ്രീതി എന്ന ക്യാരക്ടർ എന്തിനു വേണ്ടിയായിരുന്നു തന്റെ അച്ഛന്റെ മരണസമയത്ത് അവിടേക്ക് വരുന്ന ദേവയോട് എന്തിനു വേണ്ടിയായിരുന്നു ഇത്രയും ദേഷ്യപ്പെടുന്നത്? ദയാലിന്റെ ആളുകളെ സെക്യൂരിറ്റിയായി നിർത്തി ആ ബാത്റൂമിന്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ സ്വർണവും പണവും ഡോക്യുമെന്റ്സും എല്ലാം ആരും അറിയാതെ ദേവ എങ്ങനെ അവിടുന്ന് കടത്തി? ചിത്രത്തിൽ ആ വാച്ചുകൾ അത്ര ഇമ്പോർട്ടൻസോടുകൂടി കാണിക്കാതിരുന്നിട്ട് കൂടി എന്തിനായിരുന്നു ആ വാച്ചുകൾ വെച്ചുകൊണ്ട് പോസ്റ്ററുകളും ടീസറുകളും എല്ലാം പുറത്തുവിട്ട് അതിന് ഹൈപ്പ് കൊടുത്തത്? അതേപോലെ പവർ ഹൗസ് എന്ന വാക്കിനും ചിത്രത്തിൽ എന്ത് ഇമ്പോർട്ടൻസ് ആണ് ഉണ്ടായിരുന്നത്? ഒരു മദ്യക്കുപ്പിയുടെ പേരായിരുന്നിട്ടും അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാതിരുന്നിട്ടും അതെടുത്തുകൊണ്ട് ഒരു സോങ് തന്നെ ഉണ്ടാക്കിയത് എന്തിനാണ്? ഇങ്ങനെ ചിത്രത്തിൽ ഉത്തരമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുമുണ്ട്. സോ അതിനെക്കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽ ആയി ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായി ഇനി വിശദീകരിക്കുന്നില്ല. വീഡിയോ എന്തായാലും ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. ഇതുപോലെ ഈ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള മിസ്റ്റേക്കുകളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്തൊരു എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.